എല്ലാ കൂട്ടുകാർക്കും ട്രാവൽ വിത്ത് ഓക്സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തെങ്കാശിയിലെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന്. രാവിലെ എണീറ്റ് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് 3 പൂരിയാണ് കഴിച്ചത്. 60 രൂപയായിരുന്നു. തെങ്കാശി ഓൾഡ് ബസ് സ്റ്റാൻഡിൻ്റെ ബാക്ക് വശമാണ് ഇത്. ഇവിടെ നല്ലൊരു ലേക്കുണ്ട്. നല്ല ഭംഗിയാണിത് കാണാൻ. സൈഡെല്ലാം ഇൻ്റർലോക്ക് ഇട്ട് നടക്കാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ മെയിൻ്റനൻസ് വർക്കൊന്നും ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. അപ്പോൾ കുറച്ചിങ്ങോട്ട് മാറി ലേക്കിനടുത്ത് തന്നെ ഒരു അമ്പലമുണ്ട്. റെഡ് ആൻഡ് വൈറ്റിൽ പെയിൻ്റൊക്കെ അടിച്ച് നല്ല ഭംഗിയാക്കി വെച്ചേക്കുവാണ്. ലേക്കിന് മുകളിൽ തന്നെ ഒരു പാലമുണ്ട്. ബൈക്കൊന്നും പോകാതിരിക്കാൻ വേണ്ടി ഇങ്ങനൊരു സിസ്റ്റം ചെയ്ത് വെച്ചേക്കുന്ന അതില്ലേ. ഒരു ചർച്ചിൻ്റെ സൈഡിലൂടെയാണ് നടന്നു പോകുന്നത്. കൊള്ളാം. പണ്ടത്തെ ടൈപ്പ് ഒരു വാനാണ് ഇത്. സ്കൂൾ പിള്ളേരെയാണ് ഇതിനകത്ത് കൊണ്ടുപോകുന്നത്. ഇത് കണ്ടില്ല, ഒരുപാട് കോലങ്ങളെല്ലാം വരച്ച് വെച്ചേക്കുന്നു. എല്ലാ വീടിൻ്റെ ഫ്രണ്ടിലുണ്ട്. ഇവിടെ കളർഫുള്ളായിട്ട് വരണം. കണ്ട ഇവിടെ നോക്കി, ഒരു വലിയൊരു കോലം. നല്ല രസമുണ്ട് കാണാൻ. അല്ലേ, എല്ലാ വീടിൻ്റെ ഫ്രണ്ടിലും കോലം വരച്ച് വെച്ചിട്ടുണ്ട്. അതും പല തരത്തിലും പല കളറിലുമാണ്. നല്ല രസമുണ്ട് കാണാൻ. ഒരാൾ കിടന്നുറങ്ങുന്നു. ഈ റോഡിൻ്റെ 2 സൈഡിലും ചേർന്നുകൊണ്ടാണ് വീടുകളെല്ലാം പണിത് വെച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ മുറ്റം ഇല്ല കേട്ടോ ഇവർക്ക്. ഒരു പഴയ കെട്ടിടം കണ്ടോ? ഒത്തിരി പഴക്കം തോന്നിക്കുന്നുണ്ടേ. കുറച്ച് ഭാഗങ്ങളൊക്കെ നശിച്ചിട്ടുണ്ട്, എന്നാലും ആൾ താമസമുണ്ടെന്ന് തോന്നുന്നു. ഇതും ഒരു പഴയ ബിൽഡിംഗ് ആണ്. പക്ഷെ ഇത് പെയിന്റ് എല്ലാം അടിച്ച് നല്ല വൃത്തിയാക്കി വെച്ചേക്കുന്നുണ്ട്. കൊള്ളാം. അവിടെ ഒരാൾ വെള്ളം നിറക്കുന്നുണ്ടോ? അത് ഇവിടെയല്ലോ ഹോട്ടലിലോട്ട് വെള്ളം കൊണ്ട് കൊടുക്കുന്ന കേട്ടോ. ഈ വണ്ടിയുടെ 2 സൈഡിലുമായിട്ട് ഇങ്ങനെ കുടത്തിൽ വെള്ളം നിറച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. ഒരുപാട് പേരുണ്ട് ഇതുപോലെ വെള്ളം കൊണ്ടേ കൊടുക്കുന്ന ആൾക്കാർ. ഇങ്ങോട്ട് വരുമ്പോൾ വീണ്ടും ഒരു അമ്പലം കാണാൻ കേട്ടോ. ഈ കുളം കണ്ടോ? ഇഷ്ടം പോലെ വെള്ളമാണ് ഇതിനകത്ത്. 4 സൈഡിലും ഇറങ്ങാനുള്ള പടികളെല്ലാം ഉണ്ട്. നടുക്കാണ്ട് ഒരു ഗോപുരം. അതിലൊരുപാട് കൊത്തുപണിയെല്ലാം ചെയ്തു വച്ചിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഒരു അമ്പലമുണ്ട്. ഒരു ചെറിയൊരു അമ്പലമാണ്. കുറച്ചിങ്ങോട്ട് നടന്നു വന്നപ്പോൾ കണ്ടതാണ് ഒരു വലിയ പാറക്കെട്ട്. പണ്ട് പാറ പൊട്ടിച്ചിരുന്ന സ്ഥലമാണിത്. ഇതിൻ്റെ താഴെയായിട്ടേ നല്ല തെളിഞ്ഞ വെള്ളമൊക്കെ ഉണ്ടേ. നല്ല തണുപ്പുണ്ട് വെള്ളത്തിന്. ഇത് കുളിക്കാനും മറ്റും ഉപയോഗിക്കാറുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. കണ്ടേ, ഈ മരത്തിന് താഴെയായിട്ട് ഒരു ചുവന്ന പട്ടെല്ലാം പുതപ്പിച്ച് ഒരു കൽവിഗ്രഹം ഇരിക്കുന്നുണ്ട്. സൈഡിൽ ഷൂലെല്ലാം കുത്തി വെച്ചേക്കുന്നുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ കഴിക്കുന്നത് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ആസിഫെ ബിരിയാണിയാണ് കേട്ടോ. ചിക്കൻ ബിരിയാണിയാണ് കഴിച്ചത്. 260 രൂപയായി ബില്ല്. വീണ്ടും നമ്മൾ നടന്ന് പട്ടിപ്പാത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഈ ഭാഗത്ത് ഒരുപാട് കന്നുകാലികൾ മേയുന്നുണ്ട് കേട്ടോ. ഒരുപാടെണ്ണം ഉണ്ട്. ഈ കനാലിൻ്റെ സൈഡിൽ നോക്കി, ഒരു വെള്ള കളർ പൂക്കളൊക്കെ നിൽക്കുന്നത് നല്ല ഭംഗിയുണ്ട്. അവിടെ റോട്ടിലൂടെ തേങ്ങയെല്ലാം കൊണ്ട് ട്രാക്ടർ പോകുന്നു കേട്ടോ. തെങ്കാശിയിൽ നിന്ന് 3 കിലോമീറ്ററാണ് ഇങ്ങോട്ട്. നല്ല നീണ്ട് കിടക്കുന്ന നെൽപ്പാടങ്ങളാണ് ഇവിടെ. വൈകുന്നേരത്തെ സൺലൈറ്റ് എല്ലാം അടിക്കുമ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതിലൂടെ അങ്ങനെ നടന്നു പോവാം നമുക്ക്.
ഈ സമയത്ത് തെങ്കാശിയിൽ വരികയാണെങ്കിൽ നമുക്കിതെല്ലാം കാണാൻ പറ്റും കേട്ടോ. ഇത് ജനുവരി മാസമാണ്. അപ്പോൾ നല്ല നെല്ലൊക്കെ ഇട്ട് തുടങ്ങിയുള്ളൂ. ഇനി കുറച്ചും കൂടെ കഴിയുമ്പോൾ ഇതെല്ലാം കളറ് മാറി കൊഴിയാൻ പാകത്തിനാവും. അന്നേരം വലിയ ഇതൊന്നും കിട്ടത്തില്ല കാണാൻ. ഇപ്പം നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ. ഇതിൻ്റെ സൈഡിൽ ഇരുന്നുകൊണ്ടേ ഇതിലോട്ട് നോക്കിയിരിക്കാൻ തന്നെ നല്ലൊരു ഫീലുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് തിരിച്ച് ഇനി തെങ്കാശി വെജിറ്റബിൾ മാർക്കറ്റ് ഒന്ന് കാണാൻ പോകാം കേട്ടോ നമുക്ക്. ഒന്നെടുത്ത 20, മൂന്നെടുത്ത 50. எல்லாமே 10 மேடம். சரி, 1/2 கிலோ ஆக்காங்க 10 ரூபா. 1/2 கிலோ கணக்கு 10 ரூபா. 1/2 கிலோ கணக்கு 10 ரூபா. 20 ரூபாய்க்கு. ഇത് കാളാൻ എന്ന് പറഞ്ഞൊരു ഫുഡാണ്. മഷ്റൂം വെച്ചിട്ടാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. 30 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ രാത്രിയിലെ ഭക്ഷണം ചപ്പാത്തിയാണ് കഴിക്കുന്നത്. ചപ്പാത്തിയും ചിക്കൻ ഫ്രൈയുമാണ്. 125 രൂപയായിരുന്നു റേറ്റ്. ചിക്കൻ ഉടച്ചുണ്ടാക്കിയൊരു ചിക്കൻ ഫ്രൈ ആയിട്ടോ, കൊള്ളായിരുന്നു. ഇന്നലത്തെ റൂമിൽ തന്നെയാട്ടോ ഇന്നും സ്റ്റേ ചെയ്യുന്നത്. ഇന്നത്തേക്കും 600 രൂപ തന്നെയാണ്. ഇപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണം, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണം.